നമസ്കാരം. ഫ്രീ തിങ്കേഴ്സിൻ്റെ രണ്ടാം ശാസ്ത്ര സെമിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരത്ത് ഫ്രീ തിങ്കേഴ്സിൻ്റെ ആദ്യ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ഫ്രീ തിങ്കേഴ്സിനെ കുറിച്ചും ഈ പരിപാടിയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാം. പക്ഷെ അത് പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു, കാരണം ഭൂരിപക്ഷം ആൾക്കാർക്കും എല്ലാം അറിയാവുന്നതാണ്. ഫ്രീ തിങ്കേഴ്സ് എന്നാൽ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പാണ്. 4 വർഷം മുമ്പ് ഒരു ചെറിയ ഒരു ഗ്രൂപ്പായി തുടങ്ങിയ ഫ്രീ തിങ്കേഴ്സിന് ഇപ്പോൾ 80,000-ലധികം അംഗങ്ങളുള്ള വലിയ ബൃഹത്തായ ഒരു കൂട്ടായ്മയെ മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പരിപാടി നടത്തുന്നത് പ്രധാനമായിട്ടും ശാസ്ത്രീയ ചിന്ത അല്ലെങ്കിൽ ശാസ്ത്രീയ മനോവൃത്തി സമൂഹത്തിൻ്റെ ചിന്താരീതി അങ്ങനെ ആക്കി തീർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഫ്രീ തിങ്കേഴ്സ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ സമൂഹത്തിൽ ഈ അടുത്ത കാലത്തായി വളരെ പ്രസക്തമായൊരു വിഷയമാണിത്. അപ്പം ട്രഡീഷണലായിട്ടുള്ള പരമ്പരാഗത യുക്തിവാദ പ്രവർത്തനങ്ങളോട് കൂടി ചേർന്ന് തന്നെ ഫ്രീ തിങ്കേഴ്സിൻ്റെ യുവാക്കൾക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായി നമ്മൾ ഫെബ്രുവരിയിൽ ആദ്യം നടത്തിയ 1ാം ശാസ്ത്രീയ സെമിനാർ വലിയ വിജയമായിരുന്നു. അതേ തുടർന്ന് അതിനുശേഷം കേരളത്തിൻ്റെ നാനാ ജില്ലകളിലും തുടർ പരിപാടികൾ കാഴ്ചവെക്കണം, കൂടുതൽ യുവാക്കളെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഫ്രീ തിങ്കേഴ്സ് ബാക്കി പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ പരിപാടി നടത്തുന്നത്. ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ കടമയിലേക്ക് കടക്കാം. ആദ്യമായി ഇന്നത്തെ അധ്യക്ഷൻ ശ്രീ മുഹമ്മദ് ഖാൻ. ഇദ്ദേഹം കഴിഞ്ഞ 3 പതിറ്റാണ്ടോളമായി കേരളീയ യുക്തിവാദ പ്രസ്ഥാനത്ത് സജീവ പ്രവർത്തകനാണ്. TV ചാനൽ ചർച്ചകളിലെ ഒരു സജീവ സാന്നിധ്യവുമാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഫ്രീ തിങ്കേഴ്സിൻ്റെ പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഉദ്ഘാടകൻ പ്രൊഫസർ C. രവിചന്ദ്രൻ. പ്രത്യേകിച്ച് വിശേഷണങ്ങളൊന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാവരുടെയും പേരിലും ഞാൻ ഹാർദമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി വൈശാഖൻ തമ്പി. അദ്ദേഹം NISTയിലെ സീനിയർ റിസർച്ച് ഫെലോയാണ്. ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും വളരെ പ്രസിദ്ധനായ ഇദ്ദേഹത്തെ, ഈ യുവശാസ്ത്രജ്ഞനെ ഈ വേദിയിലേക്ക് എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ എല്ലാവരുടെയും പ്രിയ അനുജൻ ആശിഷ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതിന് ഞാൻ ആദ്യം അദ്ദേഹത്തെ ആശംസിക്കുന്നു. 98% നേടി. ആശിഷ് നമ്മുടെ 1ാം സെമിനാറിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള വിഷയത്തിൽ അതിഗംഭീരമായ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് നിർമുക്തയല്ല, ഫ്രീ തിങ്കേഴ്സാണ്. യുക്തിവാദി സംഘവും നിർമുക്തയും യുക്തിയുഗവും സംയുക്തമായിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത എല്ലാ പേർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും സ്വാഗതവും പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് നമ്മുടെ ബഹുമാന്യനായ, നമ്മുടെ എല്ലാമായ ശ്രീ രവിചന്ദ്രനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കാഞ്ചേട്ടൻ പറഞ്ഞതുപോലെ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പാണ്. ഇപ്പോൾ ഏതാണ്ട് 80,000-ൽ പരം അംഗങ്ങൾ ആ ഗ്രൂപ്പിലുണ്ട്. തുടങ്ങിയിട്ട് 4 വർഷമായി. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാനും അതിലൊരു മെമ്പറാണ്. ഇവിടെ ഇരിക്കുന്ന ഒരു പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും അതിൽ അംഗങ്ങളായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇതിനിടയ്ക്ക് 1-2 പ്രാവശ്യം ചില മതമൗലികവാദികളുടെ പ്രവർത്തനം കൊണ്ടാണോ എന്ന് സംശയിക്കുന്നു. ഈ ഗ്രൂപ്പ് 2 പ്രാവശ്യം ഡിലീറ്റഡ് ആയിപ്പോയി. വീണ്ടും ഒന്നേന്ന് വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ സൈബർ രംഗത്ത് തന്നെ നല്ല തോതിലുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഈ 4ാം വർഷത്തിലേക്ക് ഈ ഗ്രൂപ്പ് കടന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സ്വതന്ത്ര ചിന്താ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചൊരു ഗ്രൂപ്പാണിത്. കുറേയധികം പുതിയ ആൾക്കാർ, പ്രത്യേകിച്ചും ചെറുപ്പക്കാരെ സ്വതന്ത്ര ചിന്തയുടെയും ശാസ്ത്ര ചിന്തയുടെയൊക്കെ രംഗത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഏജൻസിയായിട്ട് ഈ ഗ്രൂപ്പ് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവ് നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഗ്രൂപ്പിൻ്റെ 2ാമത്തെ സയൻസ് മീറ്റ് പങ്കെടുക്കാനായി എന്നെ ക്ഷണിച്ച അതിൻ്റെ സംഘാടകരോടും അതോടൊപ്പം തന്നെ നിർമുക്ത യുക്തിവാദി സംഘം
ഇവരോടെല്ലാമുള്ള നന്ദി ആദ്യമായി രേഖപ്പെടുത്തുക. ഞാനൊരു 25 മിനിറ്റ് സംസാരിക്കുന്നതായിരിക്കും. കാര്യം നമുക്ക് ടൈം ഫേബ്രിക്കായിട്ട് പോകേണ്ടതുണ്ട്. എന്തിനാണ് സ്വതന്ത്ര ചിന്തകർ അല്ലെങ്കിൽ അവിശ്വാസികൾ അല്ലെങ്കിൽ നാസ്തികർ ശാസ്ത്ര സെമിനാർ നടത്തുന്നത് എന്നുള്ള ചോദ്യം. എന്താണ് അവരും ശാസ്ത്രമായിട്ടുള്ള ബന്ധം? ഇപ്പോൾ ബേസിക്കലി എത്തീസം അല്ലെങ്കിൽ നാസ്തികത എന്ന് പറയുന്നത് ശാസ്ത്രീയമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. തീർച്ചയായും നാസ്തികതയും ശാസ്ത്രവും രണ്ടും രണ്ടാണ്. പക്ഷേ നാസ്തികത ശാസ്ത്രീയമാണ്, അതോടൊപ്പം തന്നെ ശാസ്ത്രം നാസ്തികമാണ് എന്നുള്ളതാണ് സത്യം. അതായത് സയൻസ് ഈസ് എത്തീസ്റ്റ് ആൻഡ് എത്തീസം ഈസ് സയന്റിഫിക്. സയൻസിൽ നമ്മൾ ഒരു കാര്യവും ചെയ്യുമ്പോൾ ഒരു അതിഭൗതികമായിട്ടുള്ള വസ്തുവിനെയോ ഏജന്റിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സമവാക്യങ്ങളെയോ ഉൾപ്പെടുത്തിക്കൊണ്ടല്ല സയൻസിലൊന്നും ചെയ്യുക. ഉദാഹരണമായിട്ട് റോക്കറ്റ് വിടുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഉപരിദൈവത്തെയോ അതീത ശക്തികളെയോ സങ്കല്പിച്ചുകൊണ്ട് ആ റോക്കറ്റ് വിക്ഷേപണത്തിൽ ഒന്നും ചെയ്യാറില്ല, ഇന്ത്യയിൽ ഒഴികെ. ഇന്ത്യയിൽ ചെയ്യാറുണ്ട്, പക്ഷെ അത് ആ സമവാക്യത്തിനുള്ളിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല, തേങ്ങ അടിക്കുന്ന പുറത്താണ്, അതിനകത്തുള്ള കേസല്ല. കാര്യം 1957 സ്പുട്നിക് വിക്ഷേപിച്ചു, 61 യൂറി ഗഗാറിൻ, 63 വാലന്റിന തെരഷ്കോവ, അതിനുശേഷം 100 കണക്കിന് റഷ്യൻ കോസ്മോനട്ടുകൾ ബഹിരാകാശത്ത് പോയി തിരിച്ചു വന്നു. റഷ്യ ഒരുപാട് പേടകങ്ങൾ വിട്ടു. അന്നൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു. അവർ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കൂടോത്രങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ശാസ്ത്രം അടിസ്ഥാനപരമായി നാസ്തികമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ദേ ഡോണ്ട് സപ്പോസ് എനി സൂപ്പർ ഹ്യൂമൻ പവേഴ്സ് ഓർ സൂപ്പർ നാച്ചുറൽ പവേഴ്സ്. ആ രീതിയിൽ ശാസ്ത്രം നാസ്തികമാണ്. നാസ്തികത തിരിച്ച് ശാസ്ത്രീയമാകണം. ഇവിടെ അടിസ്ഥാനപരമായൊരു പ്രശ്നമുള്ളത് റാഷണലിസം എന്നുള്ള ഒരു വാക്കാണ്. നമ്മൾ യുക്തി ചിന്ത, യുക്തിബോധം എന്നൊക്കെ പറയും. ശാസ്ത്രത്തില് യുക്തിചിന്ത ഉണ്ടാവണം. അവിടെ അടിസ്ഥാനപരമായ ഒരു പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, 2 തരം യുക്തിബോധങ്ങൾ, യുക്തിചിന്തകളുണ്ട്. ഒന്ന് വളരെ പ്രാഥമികമായിട്ടുള്ള യുക്തിചിന്ത, അല്ലെങ്കിൽ അതിന്റെ എംബ്രിയോണിക് സ്റ്റേജ്. 2 കുറച്ചുകൂടെ ഹയർ വേർഷൻ, റിഫോംഡ് വേർഷൻ. നമ്മൾ യുക്തിബോധം, യുക്തിചിന്ത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാഥമികമായിട്ടുള്ള യുക്തിചിന്ത അല്ല. പ്രാഥമികമായിട്ടുള്ള യുക്തിചിന്ത എല്ലാവരിലും ഉണ്ട്. ഉദാഹരണമായിട്ട് മതം എന്ന് പറയുന്നത് ഒരു യുക്തിചിന്ത തന്നെയാണ്. അതൊരു ഇൻഫന്റൈൽ റാഷണലിസമാണ്, ബാലബുദ്ധി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ശാസ്ത്രത്തോടടുക്കുന്ന യുക്തിചിന്ത എന്ന് പറയുന്നത് പ്രാഥമികമല്ല, പരിഷ്കരിക്കപ്പെട്ട കുറെ കൂടി ഉന്നതാവസ്ഥയിലുള്ള യുക്തിചിന്തയാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും ശാസ്ത്രം മനസ്സിലാക്കാൻ കഴിയൂ. 2 ഉന്നതമായ യുക്തിചിന്ത ഉണ്ടാവണമെങ്കിൽ ശാസ്ത്രം അറിയുകയും വേണം. ഞാനൊരു ചെറിയ ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. ഇപ്പൊ സനൽ എടമറുകിന്റെ മുംബൈയിലെ ഒരു ദിവ്യാത്ഭുതരണം അനാവരണം ചെയ്യുകയുണ്ടായി. അവിടെ അദ്ദേഹം ചെയ്ത ഇത്രയേ ഉള്ളൂ, ഒരു സ്യൂവേജ് പൈപ്പിൽ കെട്ടിക്കിടക്കുന്ന കുറച്ച് മലിനവെള്ളം, ആ മലിനവെള്ളം ഭിത്തിയിലൂടെ മേളിലൂടെ കയറി യേശുവിന്റെ പ്രതിമയിലൂടെ ഇറ്റു വീഴുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ ജലം ശേഖരിച്ചുകൊണ്ട് ദിവ്യമാണെന്ന് കരുതി ലിറ്ററിന് ഇത്ര രൂപ വെച്ച് കൊടുത്തു. എല്ലാവരും കൊണ്ടുപോയി കഴിച്ചു, ആഘോഷിച്ചു. ഇതിനെ സനൽ ചോദ്യം ചെയ്തു. കാപ്പിലറി ആക്ഷൻ, സൂക്ഷ്മരന്ധ്ര പ്രഭാവം, അങ്ങനെയാണ് മലയാളം. ഇംഗ്ലീഷാണ് കുറച്ചുകൂടി എളുപ്പം. അതാണ് അതിന് കാരണം എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു വിഷയം, സാധാരണ നമ്മൾ ആളുകളോട് സംസാരിക്കാൻ പറയും, നീ പറഞ്ഞതാണ് ശരി എന്ന് പറയുമ്പോൾ അവൻ പറയും, അത് പിന്നെ അങ്ങനെയല്ല വരൂ, വെള്ളം മേളുന്ന് താഴോട്ടല്ല ഒഴുകും. പക്ഷെ ഞാനാണ് ഹയർ നോളജ് സോഴ്സ്, അപ്പൊ പിന്നെ ഞാൻ പറയുന്നത് ശരിയാകും എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ഉപമയായിട്ട് പറയും. അപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കും, വെള്ളം മേളുന്ന് താഴോട്ടേ ഒഴുകും. പക്ഷെ ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് തിരിച്ചാണ്. മുകളിൽ നിൽക്കുന്ന വെള്ളം താഴോട്ട് ഒഴുകുന്നതല്ല, താഴെ കിടക്കുന്ന വെള്ളം മേളിലോട്ട് പോകുന്നതാണ് നമ്മൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ പ്രാഥമിക യുക്തിയും പ്രാഥമിക ബുദ്ധിയും ഉള്ളവർ സ്വാഭാവികമായിട്ടും ഇതിനെ അവിശ്വസിക്കും. എന്തുകൊണ്ടാണ് മതത്തിന് വളരെയധികം പ്രാധാന്യവും വളരെയധികം പ്രാമുഖ്യം വരിക എന്ന് പറഞ്ഞാൽ അത് പ്രാഥമിക യുക്തിയാണ്. ഇത് ഒരു മിറക്കിൾ വിൽക്കാനും വളരെ സഹായകരമാണ്. പക്ഷെ ഇവിടെ നമ്മളെ സഹായത്തിന് എത്തുന്നത് ശരിക്കും ഇതിന്റെ ശാസ്ത്രം, അതായത് കാപ്പിലറി ആക്ഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. ഒഴുകാൻ അവസരം ഇല്ല എന്നുണ്ടെങ്കിൽ താഴോട്ടേ ഒഴുകൂ എന്നുള്ള നിർബന്ധം വെള്ളത്തിനില്ല, അത് വേണേൽ മുകളിലോട്ട് ഒഴുകും. ഇങ്ങനെയാണ് നമ്മൾ മണ്ണെണ്ണ വിളക്കിലൂടെ മണ്ണെണ്ണ മുകളിലോട്ട് കയറുന്നതും ഒരുപക്ഷെ
വേരുകൾ വെള്ളവും വളവും വലിച്ചെടുക്കുന്നതുമൊക്കെ ഇതേ തത്വമാണ് എന്നുള്ള ശാസ്ത്രജ്ഞാനം നമ്മൾ പകരുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന പരിഷ്കൃത യുക്തിബോധത്തിലേക്ക് ആളുകളെ എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ശാസ്ത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. യു ഹാവ് ടു പുട്ട് സയൻസ് ഇൻ ഫ്രണ്ട്. ശാസ്ത്രം മുന്നിൽ വെക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായി. ഈ ശാസ്ത്രം ഇല്ലാതെ ഇവനോട് എത്ര പറഞ്ഞാലും ഇത് മനസ്സിലാവില്ല. മറ്റൊരു ഉദാഹരണം തിയറി ഓഫ് ഇവല്യൂഷൻ നോക്കുക. തിയറി ഓഫ് ഇവല്യൂഷൻ പ്രാഥമിക ബുദ്ധിക്കോ യുക്തിക്കോ നിരക്കുന്നതല്ല. കാര്യം അതിനകത്ത് ഒരുപാട് ഘടകങ്ങളിലും ഘട്ടങ്ങളിലും ആളുകളെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത അവസരങ്ങൾ വരും. കാര്യം അവർ നിൽക്കുന്ന ബുദ്ധിതലം അല്ലെങ്കിൽ യുക്തിതലം അത് പലപ്പോഴും ഇത്തരത്തിലുള്ള ശാസ്ത്ര തത്വങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും, ഓഫറിങ് ചാലഞ്ചസ്. പക്ഷെ തിരിച്ച് നമ്മൾ ശാസ്ത്രജ്ഞാനം കൊടുക്കുകയാണ്. ശാസ്ത്രജ്ഞാനത്തിലൂടെ യുക്തി പകരാൻ ശ്രമിക്കുകയാണ്. തിയറി ഓഫ് ഇവല്യൂഷൻ, ഓരോരോ പ്രോസസ്, എങ്ങനെയാണ് മ്യൂട്ടേഷൻ, എന്താണ് നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷന്റെ മൊത്തത്തിലുള്ള നാച്ചുറൽ സെലക്ഷൻ തന്നെ പലപ്പോഴും നമ്മുടെ പ്രാഥമിക യുക്തിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ശാസ്ത്രജ്ഞാനം കൊടുത്തു കഴിഞ്ഞാൽ അവരതിലേക്ക് എത്തിക്കൊള്ളും സാധാരണഗതിയിൽ. അതുകൊണ്ടാണ് ശാസ്ത്രം മുന്നിൽ വെക്കണം എന്നുള്ള അഭിപ്രായം ഞാനിവിടെ പറഞ്ഞതും അത് തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ ഫ്രീ തിങ്കേഴ്സ് ഈ മീറ്റിലൂടെ ഉദ്ദേശിച്ചതെന്നും ഞാൻ കരുതുന്നു. ഇപ്പോ സയന്റിഫിക് റാഷണലിസം എന്ന് പറയുന്ന ഒരു തത്വത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നുണ്ട്. അതായത് ശാസ്ത്രീയമായിട്ടുള്ള യുക്തിബോധം. കേരളത്തില് ഒരുപക്ഷെ ഒരുപാട് പേര് നാസ്തികരായിട്ടുണ്ടായിരുന്നു, ഒരുപാട് യുക്തിവാദികളുണ്ടായിരുന്നു. ബട്ട് ഐ ആം നോട്ട് ഷുവർ വെദർ ദേ വെർ അഡ്യൂക്കേറ്റ്ലി സയന്റിഫിക്. പര്യാപ്തമായ തോതിൽ ശാസ്ത്രീയമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് പല ഘട്ടങ്ങളിലേക്കും നമ്മൾ കാണാൻ കഴിയും. ശാസ്ത്രത്തെ മുന്നിൽ നിർത്തുന്നത്. അപ്പൊ ശാസ്ത്രമാത്രവാദം എന്ന് പറയുന്നത് സയന്റിസം അങ്ങനെയുള്ള ആൾക്കാരാണ് ചിലര്, അല്ലാത്തവർ അങ്ങനെയല്ല. ഈ സയന്റിസം എന്ന് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. സയൻസ് എന്ന് പറയുന്നത് ശരിയുടെ കുത്തകയുള്ള ഒരു സാധനമാണെന്നല്ല നമ്മൾ പറയുന്നത്. എന്താണോ ശരി അതാണ് സയൻസ്. ശരിയായി തീരുന്ന എന്തും സയൻസായി തീരുകയാണ്. അപ്പൊ സയൻസിന് തന്നെ സ്വയം പരിഷ്കരിക്കാനും സ്വയം നവീകരിക്കാനുമായിട്ടുള്ള ഒരു വാസനയും ഒരു ഇന്റേണൽ മെക്കാനിസവും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സയൻസിനെ മുന്നിൽ നിർത്തണമെന്ന് പറയുന്നത്. സയൻസിനെ മുന്നിൽ നിർത്തുമ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ടാവുക മാത്രമല്ല, മതത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ, മതസങ്കല്പങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ശാസ്ത്രം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മളെക്കാൾ മതമാണ്. അതിന്റെ സമസ്ത ആനുകൂല്യങ്ങളും ചൂഷണം ചെയ്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇതിനെ മറികടക്കാനായിട്ട് സാധിക്കും നമ്മളുടെ ശാസ്ത്രീയ അഭിരുചിയും ശാസ്ത്രബോധവും ശാസ്ത്രജ്ഞാനവും വർദ്ധിപ്പിക്കുകയാണെങ്കിൽ. ഉദാഹരണമായി നമ്മൾ ഈ ആത്മാവിനെ കുറിച്ച് പറയാറുണ്ട്. ഇപ്പൊ ആത്മാവ് എന്ന് പറയുന്നത് പലരും, ഞങ്ങൾ വെറും സാധാരണ മതവിശ്വാസികളൊന്നുമല്ല, ഞങ്ങൾ ചരട് കുറി ചാമ്പൽ ടീംസ് ഒന്നുമല്ല, ഞങ്ങൾ കുറച്ചുകൂടെ ഹയർ കോൺഷ്യസ്നെസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾ അമ്പലത്തിൽ പോകാറില്ല, പള്ളിയിൽ പോകാറില്ല, ഭണ്ഡാരത്തിൽ ഇടാറില്ല. പിന്നെ ഒരു ശക്തിയുണ്ട്, ഏതോ ഒരു ഉപരിശക്തിയുണ്ട്, അതീത ശക്തിയുണ്ട്. ഞങ്ങൾ സ്പിരിച്വലിസ്റ്റുകളാണ്, മിസ്റ്റിക്കുകളാണ്. നമുക്കറിയാം ശാസ്ത്രം വളർന്നു വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു തള്ളിക്കയറ്റം ഉണ്ടായത്. കാരണം ശാസ്ത്രത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ നിലനിൽക്കാൻ കഴിയാതെ വരുന്ന മതസങ്കല്പങ്ങളെ സംരക്ഷിക്കാനായിട്ടുള്ള മറ്റൊരു പരിചയമാണ് പലപ്പോഴും സ്പിരിച്വലിസം. സ്പിരിച്വലിസ്റ്റ് ഈസ് നോർമലി എ ഫ്രസ്ട്രേറ്റഡ് ബിലീവർ. സ്വന്തം വിശ്വാസത്തിൽ നിരാശാഭരിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് പലപ്പോഴും ആത്മീയവാദിയായി മാറുന്നത്. ഈ ആത്മീയവാദികൾ പലപ്പോഴും യുക്തിവാദികളുടെയോ ശാസ്ത്രവാദികളുടെയോ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാറുണ്ട്. ഒന്നുകിൽ ഇവർ രക്ഷപ്പെടാൻ അനുവദിക്കാറുണ്ട്, അല്ലെങ്കിൽ അവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാറുണ്ട്. അതിനവർ ഉപയോഗിക്കുന്ന ടേമുകൾ വളരെ രസകരമാണ്. കോൺഷ്യസ്നെസ്, അതാണ് ഒരു ടേം. ഹയർ കോൺഷ്യസ്നെസ്, ലോവർ കോൺഷ്യസ്നെസ്, അബ്സ്ട്രാക്ട് സബ്ലിമേഷൻ, ഇങ്ങനെയൊക്കെയുള്ള വളരെ പലതും സയന്റിഫിക് ടേമാണ്. ക്വാണ്ടം സെൻസ്, ഈ ക്വാണ്ടം തന്നെ നമ്മൾ പലപ്പോഴും ഈ വേദിയിൽ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള സാധനമാണ്. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മതത്തിന് പടരാനും പ്രചരിപ്പിക്കാനും സ്വയം പ്രചരിക്കാനും ഇത്തരം ടേമുകളും ഇത്തരം എന്താ പറയുക തത്വങ്ങളും വഴി അവർ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലും. അവരെ സംബന്ധിച്ച് വളരെ, അപ്പോൾ അവർ കേൾക്കുന്നത് തോന്നും, അവർ പറയുന്നത് നോക്കൂ, അത് ശരിയാണ്, ക്വാണ്ടം അവസ്ഥ എന്ന് പറഞ്ഞ അവസ്ഥയില്ലേ, അവിടെ അൺസർട്ടനിറ്റി ഇല്ലേ? അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പോൾ അവർ പറയുന്നതിൽ കാര്യമില്ലേ? നമുക്ക് പെട്ടെന്ന് പ്രതിരോധിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാക്കുക. പലപ്പോഴും ഇത് വാചികമാണ്. ഇപ്പൊ ദീപക് ചോപ്രയുടെ മുന്നിൽ ചെന്ന് ആർക്കെങ്കിലും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതനുസരിച്ച് സംസാരിക്കാന്ന് വെച്ചാൽ നടക്കില്ല. ആരും പുള്ളി പറയുന്നതെല്ലാം വളരെ എന്താ പറയുക പുഴുങ്ങിയ ഭാഷ, ഒന്ന്. രണ്ട്, ഇത്തരത്തിലുള്ള ടേമുകൾ.
ഇതൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അലക്കുമ്പോൾ ആളുകൾക്ക് തോന്നും ജസ്റ്റ് കൈ കൊടുത്ത് ശരി പിന്നെ കാണാമെന്ന് പറഞ്ഞു പോവുകയല്ലാതെ പ്രത്യേകിച്ച് നിവൃത്തിയില്ല. ഹീസ് ആക്ച്വലി സെയിങ് നത്തിങ്, either nothing or nonsense. പക്ഷേ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ എന്തോ പറഞ്ഞു. ഇവിടെ ഞാൻ പറയുന്നത് ശാസ്ത്രം വളരെ കൃത്യമായി മൂർച്ചയുള്ള ഒരു കത്തിയായി ശാസ്ത്രത്തെ ഉപയോഗിക്കുകയാണ്. കല്ലുമണ്ണും വാരി എറിയുന്നോണം അറിഞ്ഞിട്ട് കാര്യമില്ല, കുപ്പിച്ചില്ലെറിയുന്നോണം ചില്ലുകളായിട്ട് കൃത്യമായിട്ട് അറിയാന്നുണ്ടെങ്കിൽ ഇത്തരം സാധനങ്ങൾ ഇല്ലാതെ പോകും. അതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. ഇപ്പൊ ഞാൻ ഈ ആത്മാവിന്റെ കാര്യം പറഞ്ഞു. ഈ ആത്മാവ് എന്ന് പറയുന്നത് താത്വികമായി സയൻസിന്റെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് പൊളിക്കാൻ സാധിക്കും. ഒരു വ്യക്തിയിലുള്ള അല്ലെങ്കിൽ ജീവജാലങ്ങളിലുള്ള സൂക്ഷ്മ അംശമാണ് ആത്മാവെന്ന് പറയുന്നത്. അതാണ് ഒരു ശരീരത്തിന് ജീവൻ, ചൈതന്യം, ചേതന ഇതൊക്കെ കൊടുക്കുന്നത്. നിങ്ങളിലുള്ള ആത്മാവിനെ ജീവാത്മാവ് എന്ന് പറയുന്നു. ഈ ജീവാത്മാവ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ബ്രഹ്മം, പരമാത്മാവ് എന്ന് പറയുന്ന ഒരു ഹയർ സോഴ്സ് ഉണ്ട്, ഒരു എന്താ പറയാ ജനറേറ്റർ, എന്ത് വേണേലും പറയാം. അതിൽ നിന്ന് നിങ്ങളിലേക്ക് ഒരു സാധനം വരികയാണ്, ഒരു റേ പോലെ വരികയാണ്. അതാണ് നിങ്ങളിൽ ജീവനായിട്ട് വളരുന്നത്. നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളിലൂടെ അത് ചെവി കൂടെ ഇറങ്ങി പോവുക, എന്നിട്ട് വേറെ ജീവി കയറുക, പാമ്പിൽ കയറുക, പഴുതാരയിൽ കയറുക, പുലിയിൽ കയറുക, എന്നിട്ട് കർമ്മബന്ധങ്ങളിലൂടെ ഇങ്ങനെ ആടി ഒലഞ്ഞിട്ട് അവസാനം ആത്മാവ് മുക്തി നേടി പരബ്രഹ്മത്തിൽ പോയി ലയിക്കുകയാണ്. പിന്നെ അതിന് ജനിമൃതികളില്ല, ഒന്നുമില്ല. അവസാനം ഇല്ല താളവട്ടത്തിൽ മോഹൻലാൽ കിടക്കുന്ന അവസ്ഥയിലേക്ക് ഈ ആത്മാവങ്ങ് മാറുകയാണ്. ഇതാണ് കൂടുവിട്ട് കൂടുമാറുക. ഈ ആത്മാവെന്ന് പറയുന്നത് തന്നെയാണ് കോൺഷ്യസ്നെസ്. അത് ഇതില്ലെങ്കിൽ നിങ്ങളില്ല. നമുക്ക് പല രീതിയിൽ അതിനെ പൊളിക്കാൻ സാധിക്കും. പക്ഷേ ഞാൻ ഒരു കൃത്യമായ ഒരു സയന്റിഫിക് ആംഗിളിൽ നിന്നുകൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ആത്മാവ് ബോധമാണെങ്കിൽ നമ്മൾ കോമ അവസ്ഥയിൽ കിടക്കുമ്പോൾ നമുക്ക് ജീവനുണ്ട്, പക്ഷേ നമുക്ക് ബോധമില്ല. ഉറങ്ങുമ്പോഴും ഗാഠനിദ്രയിൽ 4th സ്റ്റേജിൽ നമുക്ക് ബോധമുണ്ട്, ജീവനുണ്ട്, പക്ഷെ ഈ പറയുന്ന ബോധമില്ല. അനസ്തേഷ്യ എന്നാലും ജീവനുണ്ട്, ബോധമില്ല. അപ്പൊ ജീവൻ തരുന്നതാണ് അല്ലെ നമ്മളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് ഈ സാധനം എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥം അവിടെ തന്നെ ഇല്ല. പക്ഷെ മറ്റൊരു കാര്യമാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മളെല്ലാം പഠിക്കുന്നുണ്ട്, നമ്മൾ അടിസ്ഥാനപരമായിട്ട് ക്വാണ്ടം ഫിസിക്സ് തന്നെ വെക്കുകയാണെങ്കിൽ ആറ്റങ്ങളും അതിന്റെ താഴോട്ട് പോകുമ്പോൾ സബറ്റോമിക് പാർട്ടിക്കിൾസും അതിന്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ ക്വാണ്ടം ക്ഷേത്രം, ക്വാണ്ടം ഫീൽഡ്, വൈബ്രേഷൻസ് ഇങ്ങനെ പോവാണ്. അത് കഴിഞ്ഞിട്ട് ആറ്റം കഴിഞ്ഞിട്ട് മോളിക്യൂൾസ് കഴിഞ്ഞിട്ട് വസ്തു ഇങ്ങനെയാണ്. വസ്തുവിനെയാണ് നമ്മൾ കാണുന്നത്. വസ്തുവിന്റെ പുറകിൽ മോളിക്യൂൾസ്, അതിന്റെ പുറകെ ആറ്റംസ്, അതിന്റെ പുറകിൽ സബറ്റോമിക് പാർട്ടിക്കിൾസ്, കുറെ കൂടെ പോകുമ്പോൾ ക്വാണ്ടം ഫീൽഡ് ഇങ്ങനെ പോവുകയാണ്. ഇവിടെ ഈ വസ്തുതലത്തിൽ മാത്രമാണ് ഇത് നമ്മൾ തിരിച്ചറിയുന്നതും അതിന്റെ അസ്തിത്വം നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ പുറകോട്ട് നമുക്കൊന്നും സാധിക്കുന്നില്ല. അപ്പം എന്താണ് ബോധം, എന്താണ് ആത്മാവ് എന്ന് നോക്കാം. നമ്മളെല്ലാം വ്യത്യസ്തരാണ്. എന്തുകൊണ്ടാണ് നമ്മളാകുന്നത്? ഇപ്പോ ജയകുമാർ സാറും ചേട്ടനും 2 വ്യക്തികളാകുന്നത് എന്തുകൊണ്ടാണ്? അവരിലെ ആത്മാവ് യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. മതം പറയുന്ന കഥ അനുസരിച്ച് ആത്മാവ് ഒരാത്മാവാണ്. അതിന് അവിടുന്ന് വരുന്ന പരമാത്മാവിന്റെ ഭാഗമായിട്ടുള്ള ആത്മാവാണ് ജയകുമാർ സാറിലും ചേട്ടനിലും ഉള്ളത്. അപ്പം ആത്മാവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അർജുനന്റെ ആത്മാവും ദുര്യോധനന്റെ ആത്മാവും കൃഷ്ണന്റെ ആത്മാവും ഒറ്റ ആത്മാവാണ്. ആത്മാവ് എല്ലാം ഒന്ന്. എങ്ങനെ? എന്റെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന ഇലക്ട്രോണുകളും നിങ്ങളുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന ഇലക്ട്രോണുകളും ബാൻസിലിയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന ഇലക്ട്രോണുകളും ഒരു ഇലക്ട്രോൺ തന്നെയാണ്. അതിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ സ്ഥലകാല വ്യത്യാസം ഉണ്ടാവും, പക്ഷേ അടിസ്ഥാനപരമായി അത് യൂണിവേഴ്സൽ പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ ഇലക്ട്രോണുകൾ വെച്ചുകൊണ്ട് ആളുകളെ വ്യത്യസ്തരാക്കാനോ വ്യതിരിക്തരാക്കാനോ സാധിക്കില്ല. ആറ്റം തലത്തിൽ നോക്കുകയാണെങ്കിൽ അതും സമാനമാണ്. ഇപ്പൊ ബുഷിന്റെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന ആറ്റങ്ങളും അവിടെ ഇരിക്കുന്ന വേറൊരാളുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന ആറ്റങ്ങളുടെ തലത്തിൽ ആറ്റങ്ങൾ ഒന്ന് തന്നെയാണ്. അപ്പൊ ആത്മാവ് ഒന്ന് തന്നെയാണ്, ആറ്റങ്ങൾ ഒന്ന് തന്നെയാണ്. പക്ഷെ ആറ്റങ്ങളല്ല നമ്മളെ നമ്മളാക്കുന്നത്. ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന മോളിക്യൂൾസ്, അതിന്റെ സംഘടന, അതിന്റെ രൂപം, അതിന്റെ ഘടന, അങ്ങനെയാണ് വ്യക്തി ഉണ്ടാവുന്നത്. ആ വ്യക്തികളാണ് വ്യത്യസ്തരാകുന്നത്. ഇത് സയൻസിൽ തന്നെ നമ്മൾ റിഡക്ഷനിസം പറയുമ്പോൾ, എന്താണ് റിഡക്ഷനിസം? ന്യൂനീകരണം എന്ന് മലയാളത്തിൽ പറയും. അതായത് ഒരു ഹോൾ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തെ, ഒരു സംഭവത്തെ നമ്മൾ ഘടകങ്ങളായിട്ട് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് എടുക്കുക. ചെറുതാക്കിയിട്ട് അതിന്റെ ഇപ്പോൾ ഒരു എന്താ പറയുക, അരി വെന്ത് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഒരു നണി എടുത്തിട്ട് അരി മൊത്തം വെന്തോ എന്ന് അറിയുന്നത് പോലെ ചെറുതാക്കി കൊണ്ട് ഏറ്റവും സൂക്ഷ്മമായ കണത്തിൽ ആ കണത്തെ പഠിച്ചിട്ട് മൊത്തം വസ്തുവിനെ അറിയാനുള്ള ശ്രമം, അത് നമ്മൾ പുറകോട്ട് പോവുകയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, നമ്മൾ പുറകോട്ട് പോകുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ആ വസ്തു ഇല്ലാതെ വരുന്നുണ്ട്. ഇപ്പൊ സ്വർണത്തെ അറിയാനായിട്ട് സ്വർണത്തെ
തട്ടിപ്പൊട്ടിച്ച് മോളിക്യൂൾസ് ആക്കുക, തന്മാത്രകളാക്കുക. അത് വീണ്ടും തട്ടിപ്പൊട്ടിച്ച് അവസാനം എന്ത് ചെയ്യുന്നു? സ്വർണത്തിന്റെ ആറ്റങ്ങളാക്കുക. സ്വർണത്തിന്റെ ആറ്റങ്ങളിൽ നിന്നും പുറകോട്ട് പോകുമ്പോൾ പിന്നെ കാണുന്ന ഇലക്ട്രോണുകളും പ്രോട്ടോണുകളുമാണ്. അത് യൂണിവേഴ്സൽ പാർട്ടിക്കിൾസ് ആണ്. സ്വർണത്തിന്റെ പ്രോട്ടോണും കാർബണിന്റെ പ്രോട്ടോണും ബേരിയത്തിന്റെ പ്രോട്ടോണും എല്ലാം ഒറ്റ പ്രോട്ടോണാണ്. അപ്പൊ ആറ്റം വരെ മാത്രമേ സ്വർണ്ണമുള്ളൂ, ആറ്റത്തിന് പുറകോട്ട് സ്വർണ്ണമില്ല. അപ്പൊ ആറ്റം വരെ മാത്രമേ നമുക്ക് പോകാൻ സാധിക്കൂ. ആറ്റത്തിന് മുകളിലാണ്, അതായത് സ്വർണം എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ ആറ്റമാണ്. സ്വർണത്തിന്റെ ആറ്റത്തിന് പുറകിൽ സ്വർണ്ണം ഇല്ല. കാരണം തേടി പുറകോട്ട് പോകുന്നത് ഇവിടെ നിർത്തിക്കോണം, ബ്ലോക്ക് ചെയ്തോണം. ഇത് തന്നെയാണ് ആത്മാവിന്റെ കാര്യത്തിലും വരുന്നത്. ആത്മാവ് എന്ന് പറയുന്നത് ഒറ്റ ആത്മാവാണ്, പരമാത്മാവിന്റെ ഭാഗം. അത് എല്ലാവരിലും ഉള്ളതാണ്. അത് നിങ്ങളിലും എന്നിലും ഇങ്ങനെ നിന്ന് കത്തുന്നു എന്നാണ് പറയുന്നത്. നമ്മളുടെ ചേതന എന്ന് പറയുന്ന ആത്മാവാണ്. പക്ഷെ അത് വ്യത്യാസമാകുന്നില്ല, അത് ആളുകളെ വ്യത്യസ്തരാക്കുന്നില്ല, എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ എന്താണ് വ്യത്യസ്തമാക്കുന്നത്? ശരീരമാണ്. അവരുടെ കഥ അനുസരിച്ച് തന്നെ ആത്മാവ് പരമാത്മാവിന്റെ ഭാഗമാണ്, എല്ലാവരിലും അതിന്റെ ഭാഗമാണുള്ളത്. ഇത് തിരിച്ച് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ വ്യക്തികളെ വ്യത്യസ്തരാക്കാനോ വ്യതിരിക്തമാക്കാനോ ആത്മാവിന് സാധിക്കില്ല. അവിടെ പിന്നെ സാധിക്കുന്നത് എന്താണ്? ശരീരങ്ങൾക്കാണ്. ഈ ശരീരത്തിന് കേടുവരും, ഈ ശരീരത്തെ നശിപ്പിക്കണം എന്ന് പറയുന്നതാണ് പ്രശ്നം. അതാണ് അർജുനനെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അർജുനന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം നശിപ്പിക്കുന്നതല്ല, ആത്മാവ് നശിപ്പിക്കുന്നതല്ല. അവിടെയാണ് കൃഷ്ണൻ പറയുന്നത് എന്താണ്? നീ ആത്മാവിനെ നശിപ്പിക്കുന്നില്ല. അതിനെന്ത് പ്രസക്തിയാണ് ഉള്ളത്? ആത്മാവിനെ നശിപ്പിക്കുന്നോ നശിപ്പിക്കാതിരിക്കുന്നതിനോ യാതൊരു പ്രസക്തിയില്ല. കാരണം എന്താണ്? ആളുകളെ വ്യത്യസ്തരാക്കുന്നതും വ്യതിരിക്തരാക്കുന്നതും ശരീരം തന്നെയാണ്. ഈ ശരീരമാണ് ഭൗതികവാദം. ഇത് തന്നെയാണ് നമ്മളിപ്പോൾ DNA, എല്ലാവരിലും ഒരേ DNA ആണെന്ന് പറഞ്ഞിട്ട് ആളുകൾ ഒരേ കണക്കാ. DNA നീ നശിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ മതതത്വങ്ങൾ, ഇപ്പോ ഗീത പോലെയുള്ള ഒരു വലിയൊരു സാഹിത്യം, മതസാഹിത്യം, എല്ലാവരും പലരും ഇങ്ങനെ വളരെ വികാരവാന്മാരായിട്ട് സംസാരിക്കുന്നതാണ് ഗീതയെക്കുറിച്ച്. ഇപ്പൊ ഒരുപക്ഷെ ഗീത ഇന്ത്യയുടെ നാഷണൽ എന്താ പറയാ മതപുസ്തകമാക്കാനും ഗീതാ വിമർശനം ബ്ലാസ്ഫമി ആക്കാനുമായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചുകൂടായികയില്ല. ഗീത വിമർശിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഇത് വന്നേക്കാം. അപ്പൊ അങ്ങനെ ഒരു സാധനം വരുമ്പോൾ ഈ ആത്മാവെന്ന് പറയുന്നത് ഇതിനൊന്നും ആരും തൊടാറില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇത് തൊടണം. ഇത് ഓരോന്നും മലിന വസ്തുക്കളാണ് ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. ശാസ്ത്രത്തിന്റെ വെള്ളി വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ ഇല്ലാതാവും. അതുപോലെ തന്നെയാണ് ഈ കോൺഷ്യസ്നെസ്. ഇപ്പോ ശാസ്ത്രം, ഇപ്പോ ആശിഷ് ശാസ്ത്രത്തിന്റെ മെത്തഡോളജി പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ എമർജന്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഉരുത്തിരിഞ്ഞു വരുന്ന ഗുണങ്ങൾ. ഈ ഉരുത്തിരിഞ്ഞു വരുന്ന ഗുണങ്ങളാണ് വിശദീകരിക്കാൻ പ്രയാസമായിട്ട് വരുന്നത്. ഇവിടെയാണ് നിഗൂഢതാവാദത്തിനും ആത്മീയവാദത്തിനും മതത്തിനും കയറി പറ്റാൻ പറ്റുക. ഉദാഹരണമായിട്ട് ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള കോമ്പിനേഷൻ ആണ് ജലം എന്ന് പഠിക്കുന്നത്. ഹൈഡ്രജൻ ഒരു ഗ്യാസാണ്, ഓക്സിജൻ ഒരു ഗ്യാസാണ്. ഇപ്പൊ 2H2 എന്ന് പറയുന്ന മോളിക്യൂൾ അവസ്ഥ അല്ലെ കോമ്പിനേഷൻ വെള്ളമാണ്. അപ്പൊ ചോദിക്കും, ഹൈഡ്രജൻ ഗ്യാസാണ്, ഓക്സിജൻ ഗ്യാസാണ്, പക്ഷെ വെള്ളം എന്ന് പറയുന്ന സാധനം ഇത് രണ്ടുമല്ല. വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ ലിക്വിഡ് അവസ്ഥയിൽ നോക്കുകയാണ്. അപ്പൊ ഈ വെള്ളത്തിന് അല്ലെങ്കിൽ ജലത്തിന് ജലത്വം, വാട്ടർനെസ് എന്ന് പറയുന്ന ക്വാളിറ്റി അതെങ്ങനെ വന്നു? ഓഫ് കോഴ്സ് സയൻസിന് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം ഇത് രണ്ട് വാതകങ്ങൾ അല്ലെങ്കിൽ ഗുണപരമായിട്ടും ഘടനാപരമായിട്ടും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് സാധനങ്ങൾ ചേർന്ന് മൂന്നാമതൊന്നും ഉണ്ടാകുമ്പോൾ ഒരു പുതിയ ഗുണം ഉണ്ടാകുന്നു. ഇതിനെയാണ് നമ്മൾ എമർജന്റ് ക്വാളിറ്റി, ഇന്നലെ വരെ ഇല്ലാതിരുന്ന ഒരു ഗുണം ഉണ്ടാകുന്നു. ഇത് തന്നെയാണ് ന്യൂറോണുകൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നടക്കുന്ന രാസപദാർത്ഥങ്ങളും രാസപ്രവർത്തനങ്ങളും അതിനെ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കയ്യിൽ വാരി വെച്ച് കഴിഞ്ഞാൽ സ്വപ്നങ്ങൾ ഉണ്ടാവില്ല, അത് വാരി വെച്ച് കഴിഞ്ഞാൽ നിറങ്ങൾ ഉണ്ടാവില്ല, അതിനകത്തൊന്നും കാണാനില്ല. എങ്ങനെയാണ് ഈ ന്യൂറോണുകൾ നിങ്ങൾക്ക് സ്വപ്നങ്ങളും നിറങ്ങളും ഭാവനകളും ചിന്തകളും ഒക്കെ ഉണ്ടാക്കുന്നത്? അപ്പൊ അവിടെ ഒരു തലമുണ്ട്, അത് പുറകോട്ട് പോകാൻ പോട്ടില്ല. ഇപ്പൊ ന്യൂറോണുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അറ്റോമിക് സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ ക്വാണ്ടം ഫീൽഡിലാണ് ശരിക്കും ഇത് തുടങ്ങേണ്ടത്. പക്ഷെ ക്വാണ്ടം ഫീൽഡിൽ വികാരങ്ങളില്ല. ഇനി ന്യൂറോൺ തലത്തിലാണ്, അതായത് മധ്യതലത്തിലാണ്, എവിടെയാണോ ദ ഫേസ് ഇറ്റ് മാറ്റേഴ്സ് അത് ഐഡന്റിഫൈ ചെയ്യുക. ഞാൻ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞോണം, ആറ്റം വരെയുള്ളൂ, ആറ്റം കഴിഞ്ഞില്ല. ന്യൂറോണിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. ഇപ്പൊ ജലത്തിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. ഇപ്പൊ ജലത്തിന്റെ ഈ ജലത്വം എന്ന് പറയുന്ന ഗുണം എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിന് ചാർവാകന്മാർ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അവര് പല ഭൗതികവാദികളായിരുന്നു. അവർ പറഞ്ഞ പല കാര്യങ്ങളും ഇന്നത്തെ ശാസ്ത്ര ലോകത്ത് നിലനിൽക്കുന്നതല്ല. എങ്കിലും അവരൊരു കാര്യം പറഞ്ഞിരുന്നു, എങ്ങനെ സംയോജനം, കൂട്ടിച്ചേർക്കലിലൂടെയാണ് നവഗുണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോ മുറുക്കാൻ ഒരു യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, പല നിറങ്ങളുള്ള പച്ച ഇലയും വെള്ള ചുണ്ണാമ്പും കറുത്ത പുകയിലയൊക്കെ ചെയ്തിട്ട് ചുവന്ന ഇതുണ്ടാകുന്നു. അപ്പൊ ഒരു പുതിയൊരു എമർജന്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന സാധനം തന്നെയാണ് അവർ പറഞ്ഞത്. ഇനി
ജലം എന്ന് പറയുന്നത് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും കോമ്പിനേഷൻ ആണ് എന്ന് പറയുമ്പോൾ തന്നെ ഹൈഡ്രജനും ഓക്സിജനും വേറെ കോമ്പിനേഷൻ ഉണ്ട്. ഹൈഡ്രജൻ പെന്റോക്സൈഡ് മറ്റൊരു കോമ്പിനേഷനാണ്. അപ്പം ഹൈഡ്രജനും ഓക്സിജൻ ചേർന്നാൽ ജലം ഉണ്ടാവില്ല. അതിന്റെ തന്മാത്ര തല കൂടി കൃത്യമായിരിക്കണം. എത്ര തന്മാത്രകൾ ചേർന്നാലാണ് കോമ്പിനേഷൻ ഉണ്ടാകുന്നത്, അതാണ് ജലമാകണോ അതോ ഹൈഡ്രജൻ പെന്റോക്സൈഡ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഈ തലങ്ങൾ എമർജന്റ് പ്രോപ്പർട്ടീസ് എങ്ങനെ ഉണ്ടാകുന്നു അതിനെക്കുറിച്ച് ഒരെണ്ണം ഫിക്സ് ചെയ്യണം, രണ്ടിടത്ത് ഇങ്ങനെ കട്ട് ചെയ്യണം. ഈ ഡോക്ടേഴ്സൊക്കെ അറിയാമല്ലോ, അവർ ഈ വയറ് കുറയ്ക്കാനുള്ള ശസ്ത്രക്രിയയിൽ ഈ കുടലെടുത്തിട്ട് രണ്ടിടത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്യും. അതേ കണക്ക് കട്ട് ചെയ്ത് ശരിക്കും നീണ്ടുപോകുന്ന ഒരു സാധനം, വളരെ നീണ്ടു കിടക്കുന്ന സാധനത്തിൽ എവിടെയാണ് പ്രശ്ന ഏരിയ നമ്മൾ ഫിക്സ് ചെയ്യുക, എന്നിട്ട് ആ ഏരിയ പഠിക്കുക. എന്നെങ്കിൽ മാത്രമേ എമർജന്റ് പ്രോപ്പർട്ടീസിനെ കുറിച്ചുള്ള ഒരു ധാരണ വരും. അപ്പം ശാസ്ത്രത്തിന്റെ കാര്യത്തിൽ എമർജന്റ് പ്രോപ്പർട്ടീസ് പോലെയുള്ള സാധനങ്ങൾ ഇതിനെക്കുറിച്ച് വളരെ ഗാഢമായി പഠിക്കാനായിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം. കാര്യം ഇതൊക്കെയാണ് പലപ്പോഴും ഈ മിസ്റ്റിക്കുകളും അല്ലെങ്കിൽ സ്പിരിച്വലിസ്റ്റുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരും വളരെയധികം ചൂഷണം ചെയ്യുന്നത്. ഇനി മറ്റൊന്ന് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ സംസാരം അവസാനിപ്പിക്കാമെന്ന് കരുതാണ്. നമ്മൾ ശാസ്ത്രം പഠിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. കാര്യം ശാസ്ത്രം പലരും പഠിപ്പിക്കുന്നുണ്ട്. ISROയിലും ഇപ്പോൾ തേങ്ങ അടിക്കുന്ന ശാസ്ത്രജ്ഞന്മാരും പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ്. പള്ളികളിലെ ശാസ്ത്രം വരുന്നു, ടെക്നോളജിക്കൽ ക്ലാസ്സുകളുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു ശാസ്ത്രബോധമാണ്. ഈ ശാസ്ത്രബോധം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന യാന്ത്രികമായ ഒരു ബോധമല്ല, അത് വൈകാരികം കൂടിയാണ്, അത് ബൗദ്ധികം കൂടിയാണ്. അതൊരു ശരിക്കും ഒരു മനുഷ്യനെ, ഒരു ഹോമോ സാപ്പിയൻസിനെ ഏറ്റവും അധികം പരിഷ്കരിക്കാൻ സഹായിക്കുന്നതാണ് ശാസ്ത്രബോധം. നിങ്ങളുടെ പ്രതീക്ഷകളെ മെരുക്കാനും നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും അത് സാധിക്കും എന്നാണ് ഞാൻ പറയാം. അല്ലാതെ യോഗയും ശ്വാസം വലിയും ഒന്നും അല്ല വേണ്ടത്. നമ്മൾ പ്രതീക്ഷകളെ നിയന്ത്രിക്കുക, മെരുക്കുക. പ്രതീക്ഷകളാണ് ഏറ്റവും പലപ്പോഴും വലിയ പ്രശ്നം. നമ്മൾ ഈ ബുക്കുകളിലേക്ക് പോകുമെന്നും വേണ്ട. ഒരു റാഷണലിസ്റ്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും അവന്റെ മുന്നിൽ വരുന്ന ഡേറ്റകളെ ഏറ്റവും കൃത്യമായി എന്ന് പറയുമ്പോൾ ഏറ്റവും യുക്തിസഹമായി പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ അമിത വൈകാരികതകളോ തീവ്രവാദങ്ങളോ അതുകൊണ്ട് പലപ്പോഴും ഫലം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഒരു ശാസ്ത്രബോധമുള്ള ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്. അതിന് ഒരു ഞങ്ങളൊക്കെ ഈ ലിറ്ററേച്ചർ ക്ലാസ്സിൽ പറയുന്ന ഒരു ചെറിയൊരു കഥയുണ്ട്. അതായത് ഒരു എഞ്ചിനീയർ, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള അവിവാഹിതനായ എഞ്ചിനീയർ ഒരു ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. ഒരു കമ്പാർട്ട്മെന്റ്, അയാൾ മാത്രമുള്ള ഒരു AC കമ്പാർട്ട്മെന്റ്. അപ്പോൾ അയാൾക്ക് 4 മണിക്കൂർ വേണം ലണ്ടനിലെത്താൻ. അപ്പോൾ അയാൾ ലണ്ടനിലെത്തുമ്പോൾ അയാളുടെ ഒരു പത്രമുണ്ട്, പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ കഴിഞ്ഞ് അയാളങ്ങ് ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞ് ഇയാൾ ആലോചിച്ച് ഈ യാത്ര എങ്ങനെയെങ്കിലും അങ്ങ് തീർന്നിരുന്നെങ്കിൽ, എന്തൊരു ബോറാണിത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ നിൽക്കുകയും 4 പേര്, ഒരു 3 ചെറുപ്പക്കാരും ഒരു പെൺകുട്ടിയും. പെൺകുട്ടിക്ക് ഒരു 18-18.25 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി, നല്ല സൺഗ്ലാസ് ഒക്കെ വെച്ചൊരു സിനിമാ നടിയെ പോലൊരു പെൺകുട്ടിയുണ്ട്. ഇവര് കമ്പാർട്ട്മെന്റിലേക്ക് വരികയും ഇവര് നായകന്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുകയും ചെയ്തു. നായകൻ നോക്കി, അവിവാഹിതനാണ്, താല്പര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ എപ്പോഴും ഉണ്ടാകാം, ആ അവസ്ഥയിലാണ്. അപ്പൊ അവിടുന്ന് ട്രെയിൻ വിട്ടപ്പോൾ വളരെ അത്ഭുതകരമായ ഒരു കാര്യം നടന്നു. ഇവരുടെ കൂടെ വന്ന ഈ 3 മുട്ടാളന്മാർ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അയാൾ അത്ഭുതപ്പെട്ടു. അതെന്ത്, ഇവർ 4 പേരാണ് വന്നത്, ഇപ്പൊ 3 പേര് പുറത്തു പോവുകയാണ്. അപ്പൊ ഈ പെൺകുട്ടിയും ഇയാളും ഹംതും ഏക്ക് ഡാഷ്നെ ബന്ധഹെ. ഇയാൾ അത്ഭുതപ്പെട്ടു പോയി. ഇയാൾ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ മന്ദഹാസം. ഇയാളുടെ സ്വപ്നങ്ങളും ഭാവനകളും ഒക്കെ ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ ഇയാൾ അസ്വസ്ഥനാവാൻ തുടങ്ങി. ഇയാൾ പത്രത്തിൽ നോക്കുന്നുണ്ടെങ്കിലും പത്രത്തിലല്ല നോക്കുന്നത്, ജസ്റ്റ് അവളുടെ മുഖത്തേക്കാണ് നോക്കുന്നത്. അവളാണെങ്കിൽ പുറത്തെ കാഴ്ചയിൽ കാണുന്നു ഒരു ചെറിയ മന്ദഹാസം. ഇയാൾക്ക് വല്ലാത്ത അസ്വസ്ഥത. ഇയാൾ പലതും ചിന്തിക്കാൻ തുടങ്ങി. ചിന്തയുടെ സിലബസിന്റെ കുത്തഴിഞ്ഞു പോയുണ്ട്. ഇവൾ പല കാര്യങ്ങൾ, ഇവൾ എങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും ഇങ്ങനെ ചിന്തിക്കണം. അപ്പൊ ഇയാൾ ആഗ്രഹിക്കുകയാണ് ഈ യാത്ര ഒരിക്കലും അവസാനിക്കാതിരുന്നെങ്കിൽ, ഈ ട്രെയിൻ എങ്ങാണ് ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇവിടെ കിടന്നിരുന്നെങ്കിൽ എന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്. തൊട്ടു മുന്നേ അയാൾ ആഗ്രഹിച്ചിരുന്നത് ഈ യാത്ര എത്ര മുഷിഞ്ഞതാണ്, എത്ര ബോറാണ് എന്നാണ്. അയാളുടെ മൊത്തത്തിലുള്ള വികാര തലം തന്നെ മാറുകയാണ്. വണ്ടി മുന്നോട്ട് പോകുന്നു. ഇയാൾ ഷൈ ആണ്, അങ്ങനെ ഇടിച്ചു കയറുന്ന ഒരു സ്വഭാവമല്ല. അപ്പൊ എന്നാലും എക്സ്ക്യൂസ് മീ എന്ന് പറയണമെന്നുണ്ട്, പക്ഷെ അയാൾക്ക് പറയാൻ പറ്റുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, ഈ AC കൂപ്പയാണ്. അപ്പൊ അതിനകത്ത് ഈ എലീസ് ഉണ്ടല്ലോ, റാറ്റ്സ്, ചെറിയ കൊച്ചെലികളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ബാക്ടീരിയയുടെ അത്രയൊക്കെയുള്ള എലികൾ, അല്ലെ അതിനേക്കാൾ അല്പം കൂടി വലിയ എലികളൊക്കെ. ആ എലികളിൽ ഒരാൾ ഇദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വന്നു. ഇദ്ദേഹം കണ്ടു. പക്ഷെ ഈ എലി ഒരു വിപ്ലവം, ഒരു മാവോയിസ്റ്റ് വിപ്ലവം പ്രവർത്തിച്ചു. അതായത് ഇദ്ദേഹത്തിന്റെ കാലില് ചെരുപ്പിൽ വന്നു കയറി. ചെരുപ്പല്ല, ഷൂ ആണ്. ഷൂവിന്റെ ലേസിനുള്ളിലേക്ക് കയറി.
ഇയാള് ചെരുപ്പ് 2-3 പ്രാവശ്യം ഇങ്ങനെ ആക്കി. അപ്പോൾ അവള് നോക്കുന്നു, അവളും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നു. അപ്പോൾ അയാള് കുഴപ്പമില്ല. 2-3 പ്രാവശ്യം കാല് കുളഞ്ഞിട്ടും ഈ എലിക്ക് മനസ്സിലായില്ല, മെസ്സേജ് ഡീകോഡ് ചെയ്യാൻ എലി പരാജയപ്പെട്ടു. ഇയാൾ എന്താ ഉദ്ദേശിക്കുന്നത് എലിക്ക് മനസ്സിലാവുന്നില്ല. എലി വിചാരിച്ച് പിടിച്ച് കിടന്നോടാ എന്ന് പറയുകയാണ് എന്ന് കരുതി. എന്നിട്ട് ഈ ഷൂലേസിൽ നിന്നും ഇവൻ എങ്ങനെയോ വഴിതെറ്റി ഇയാൾ ഇങ്ങനെ കുലുക്കുന്ന അവസരത്തിൽ എലിയുടെ പ്രയാണം മുകളിലേക്കായി. മുകളിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ടെൻസിങ് മോഡലിൽ എലി മുകളിലോട്ട് കയറുകയാണ്. ഇയാൾ പല രീതിയിലും എലിയെ ഇങ്ങനെ മാറ്റാനായിട്ട് അവിടെ ഇരുന്ന് പല ഇതും കാണിച്ചു. പക്ഷെ എലി ഇത് മനസ്സിലാക്കുന്നില്ല. ഡീകോഡിങ്ങിന്റെ പ്രശ്നമാണ്, ഗ്യാപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ പറയാം. എലി അങ്ങനെ വളരെ നിർണായക മേഖലകളിലേക്ക് ഇങ്ങനെ പ്രവേശിക്കും. ഇയാൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇയാളെ വിയർത്ത് കുളിക്കാൻ തുടങ്ങിയിട്ട് നിശ്വാസങ്ങളും ശ്വാസം മുട്ടലും എന്തു ചെയ്യണമെന്നറിയാതെ അവസാനം ഇയാളൊന്ന് ആലോചിച്ചു, ഇവളെ അങ്ങോട്ടും അങ്ങോട്ട് എഴുന്നേറ്റ് പോയിരുന്നെങ്കിൽ. എവള് നോക്കുമ്പോൾ ഇവളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇയാൾക്കൊന്നും പറയാനും ഇയാളിങ്ങനെ ആകെ വല്ലാതായി. അയാൾ പല രീതിയിൽ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഇയാൾ ചോദിച്ചു, എന്തൊരു ദുരിതം ഈ യാത്ര, ഇതങ്ങ് നിർന്ന് ഈ വണ്ടി ഇവിടെ അങ്ങനെ അങ്ങ് മറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് സഹിക്കാൻ വയ്യ. എലിയാണെങ്കിൽ ഒരു ദയയില്ലാതാണ് എലിയുടെ പെരുമാറ്റം. ഇയാൾ ആകെ കുറെ കഴിഞ്ഞെന്ത്, ഈ പെൺകുട്ടി എഴുന്നേറ്റിട്ട് വാഷ് ബേസിനോട് അടുത്തോട്ട് പോയിട്ട് മുഖം ഒന്ന് കഴുകാനായിട്ട് എന്തോ അങ്ങനെ പോയി. അതോ കാഴ്ച കാണാനാണോ എന്തായാലും ഈ സമയം ഇയാൾക്ക് കിട്ടി. ഇയാൾ വലിയ ആവേശത്തോടെ ഈ സമയം പ്രയോജനപ്പെടുത്തിയിട്ട് പാൻസിന്റെ സിപ്പ് വലിച്ചു ഉരിഞ്ഞിട്ട് എലിയെ എടുത്ത് പുറത്ത് കളഞ്ഞു. എലി വാസ് ഓൾറെഡി ഡെഡ്. അതിന്റെ മരണപത്രം എഴുതി നൽകിയിട്ടാണ് അത് പോയത്. അത്രയ്ക്ക് സമ്മർദ്ദമാണ് ഇയാൾ ചെലുത്തിക്കൊണ്ടിരുന്നത്. എന്നിട്ട് അയാളെല്ലാം കളഞ്ഞിട്ട് ഭദ്രമായിട്ട് വീണ്ടും കറക്റ്റ് ചെയ്ത് വീണ്ടും അവൾ വീണ്ടും വന്ന് ഫ്രണ്ടിലിരുന്നു. അപ്പോൾ അയാൾ വീണ്ടും ആഗ്രഹിച്ചു, ഈ യാത്ര ഒരിക്കലും അവസാനിക്കാതിരിക്കണമെങ്കിൽ വീണ്ടും എല്ലാ സമ്മർദ്ദവും ഇയാളെല്ലാം തുടച്ചു. ഭയങ്കര സന്തോഷം. എന്നിട്ട് വീണ്ടും കുറെ നേരം ഇങ്ങോട്ട് ഇയാൾ പ്രപ്പോസ് ചെയ്യാനായിട്ടൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്നു, പലരും സംസാരിക്കാൻ ഹലോ എന്നൊക്കെ പറയാൻ ആഗ്രഹം. പക്ഷെ ഒന്നും നടക്കുന്നില്ല. തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ എന്ത് ചെയ്തു, ഈ പെൺകുട്ടിയെ അവിടെ ഇരിക്കുന്നു. പക്ഷെ 3 പേര്, ഇതേ കണക്ക് 3 പേര്, അതിലൊരു സ്ത്രീ കൂടിയുണ്ട്, 2 പുരുഷന്മാർ കമ്പാർട്ട്മെന്റിലേക്ക് വരികയാണ്. കമ്പാർട്ട്മെന്റിൽ വന്നിട്ട് ഈ പെൺകുട്ടിയെ അവർക്ക് അറിയാം, അവർ പരിചയപ്പെടുന്നു. വണ്ടി സ്റ്റേഷനിൽ വിടാൻ ഒരുങ്ങുമ്പോൾ ഈ പെൺകുട്ടിയായിട്ട് അവർ പുറത്തിറങ്ങി പോവാണ്. അപ്പോൾ ഇയാൾക്കൊരു സംശയം, ഇയാൾ കുറെ നേരം ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ കൂടുകൂട്ടിയൊക്കെ ഇരിക്കല്ലേ, ഇയാളൊരു സംശയം. ഇയാൾ ചോദിക്കുന്നു, അല്ലെ നിന്നേ, ഇതെന്ത് ഒരു വളരെ അസ്വാഭാവികം, നിങ്ങൾ 3 പേര് അവിടെ വെച്ച് ഇയാളെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയത്, അപ്പോൾ 3 പേര് കൊണ്ടുപോകുന്നു, എന്തായാലും മനസ്സിലായിട്ടോണ്ട് അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾ എവിടെ കൊണ്ടുപോകണം? അവർ പറഞ്ഞ്, ക്ഷമിക്കണം, ഈ കുട്ടി അന്ധയാണ് എന്നാണ് പറയുന്നത്. ഷീ ഈസ് ബ്ലൈൻഡ്. അപ്പൊ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ഈ കുട്ടിയുടെ മുന്നിൽ ഇരുന്നാണ് ഈ നമ്മുടെ കഥാനായകൻ ഇത്രയും കോപ്രായങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കോപ്രായങ്ങൾ പറയാൻ പറ്റില്ല, അത് വി ആർ റെസ്പോണ്ടിങ് ടു സിറ്റുവേഷൻസ് ആണ്. നമ്മൾ ഓരോരോ പർട്ടിക്കുലർ ആയിട്ടുള്ള അവസ്ഥയോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ, ഇഫ് യു ആർ റിയലി എ സില്ലി പേഴ്സൺ, ലൈഫ് വിൽ മേക്ക് യു സീരിയസ്, ആൻഡ് ഇഫ് യു ആർ എ സീരിയസ് പേഴ്സൺ, ലൈഫ് വിൽ ഡെഫിനറ്റ്ലി മേക്ക് യു സില്ലി, ലുക്ക് സില്ലി. ശാസ്ത്രം, ബോധം എന്ന് പറയുമ്പോഴും നമ്മൾ കൂടുതൽ പഠിക്കുമ്പോഴും യാഥാർത്ഥ്യ ബോധം എന്ന് പറയുന്ന ഏറ്റവും മഹത്തായ ഒരു ടോണിക് ഉണ്ട്. ഈ സാധനമാണ് നമ്മൾ കണ്ടെത്തുന്നത്, ഇതാണ് നമ്മൾ കഴിക്കുന്നത് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോൾ. അല്ലാതെ വെറുതെ യാന്ത്രികമായ ജീവിതമോ വെറുതെ വൈകാരികവും ചിന്താശൂന്യമായ ജീവിതമല്ല. നമ്മളെ ജീവിതത്തെ ഏറ്റവും അതിന്റെ എന്താ പറയാ, അതിന്റെ നഗ്നത എന്ന് പറയുമ്പോൾ അതിന്റെ പ്യൂരിറ്റിയിൽ ആസ്വദിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം കൂടിയാണ്. അത്തരത്തിലുള്ള ഒരു ശാസ്ത്രബോധം വളർത്തിക്കൊണ്ട് കൂടുതൽ യുക്തിബോധവും അതുപോലെ കൂടുതൽ സോഷ്യൽ കമ്മിറ്റ്മെന്റുമായിട്ടുള്ള വ്യക്തികളാകാനായിട്ട് ജീവിതത്തെ നിയന്ത്രിക്കുക. ഞാൻ വൈകാരിക നിയന്ത്രണം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ പ്രാധാന്യത്തോടുകൂടിയാണ് ഇവിടെ ഊന്നി പറയുന്നത്. ചിന്താശൂന്യതയിൽ നിന്നാണ് അതുണ്ടാകുന്നത്. അത് ഒരുപക്ഷെ എനിക്ക് എൻ്റെ കൂട്ടുകാരോട് തന്നെ, എൻ്റെ സഹപ്രവർത്തകരോട് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തോട് തന്നെ പറയാനുള്ള ഏറ്റവും എളിയ ഒരു കാര്യമാണ്, വി ഹാവ് ടു കൺട്രോൾ, വി ഹാവ് ടു റെയിൻ അവർ സെൽസ്. നമ്മൾ ഒരു കത്തി കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ആളെ നിയന്ത്രിക്കാൻ പറ്റും, പക്ഷെ ആ കത്തി നമ്മളോട് കാണിച്ചു കഴിഞ്ഞാൽ ചിരിയായിരിക്കും. സോ ഇതാണ് ശാസ്ത്രബോധത്തിൽ നിന്നും ശാസ്ത്രം പഠിക്കുന്നതിൽ നിന്നും നമ്മൾ ആർജിക്കേണ്ട ഏറ്റവും വലിയൊരു കഴിവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഞാൻ ആദ്യമായി ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു വളരെ സന്തോഷത്തോടെ. അതിനെന്നെ ക്ഷണിച്ച എല്ലാ സംഘടനകളോടും സുഹൃത്തുക്കളോടും നന്ദി പറയുന്നുണ്ട്. ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നുണ്ട്. നമസ്കാരം.